പ്രവിത, ഇനിയും ഈ ദുരന്തത്തിൽ കണ്ടെത്താനുള്ളവരുടെ നമ്പർ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. അത് 200-ന് മുകളിലാണ് എന്നുള്ളതാണ് ഏകദേശം ഒരു കണക്ക്. ഇനിയും തങ്ങളുടെ ബന്ധുക്കളെ ലഭിക്കാത്തവരുണ്ട്, തിരിച്ചറിയാത്തവരുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള തിരച്ചിൽ 2 ദിവസമായി ആരംഭിച്ചിട്ട് അതിൽ ഐബോർഡ് പരിശോധനയുണ്ട്, ഡ്രോൺ പരിശോധനയുണ്ട്, ആർമിയുടെ റഡാർ പരിശോധനയടക്കം അതിലുണ്ട്, തെർമൽ സ്കാനിംഗ് അടക്കമുള്ള പരിശോധനയുണ്ട്. ആ പരിശോധനയൊക്കെ അങ്ങനെ തന്നെ പുരോഗമിക്കുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പ്രവിത, കാരണം അത് 2 ഗ്രാമങ്ങളെ അത് പൂർണ്ണമായി വിഴുങ്ങിപ്പോയ ഒരു ഉരുൾപൊട്ടലാണ്, ദുരന്തമാണ്. അത് നമ്മൾ ആ പ്രദേശത്ത് ആ ടെറൈൻ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. വീടുകൾ ഉണ്ടായിരുന്ന പ്രദേശത്ത് മൺകൂനകൾ, മണ്ണ്, അതിൻ്റെ പുറത്ത് ചെളി, കല്ല് അങ്ങനെ ഒന്നടിഞ്ഞിരിക്കുകയാണ്. എവിടെയാണ് ഒരു മൃതശരീരം ഉള്ളത്, അല്ലെങ്കിൽ എവിടെയാണ് ഒരു അവശേഷിപ്പുള്ളത് എന്നുള്ളത് കണ്ടെത്താൻ നന്നേ പാടുപെടുന്നുണ്ട് ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ട് പോലും അത് പലയിടങ്ങളിലും അത്തരത്തിലൊരു സിഗ്നലോ മറ്റോ ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ തിരച്ചിലിൽ ഏറ്റവും കൂടുതൽ സഹായകരമാകുന്നതാണ് ഈ ഡോഗ് സ്ക്വാഡ്, അത് ഈ ശ്വാനസേന. പോലീസിൻ്റെ പക്കൽ ഏതാണ്ട് 5ഓളം ഇത്തരത്തിലുള്ള ഡോഗ് സ്ക്വാഡിലെ നായ്ക്കളുണ്ട്. കൊച്ചി സിറ്റി പോലീസിൽ നിന്ന് കൊണ്ടുവന്ന മായയും മർഫിയും, അവർ ഈ 2 നായ്ക്കളും ഇത്തരത്തിലുള്ള പരിശോധനയിൽ വിദഗ്ധ പരിശീലനം ലഭിച്ച നായ്ക്കളാണ്. അതുപോലെ തന്നെ വയനാട് ഡോഗ് സ്ക്വാഡിൻ്റെ മാഗി എന്ന നായയുണ്ട്. ഇടുക്കി ഡോഗ് സ്ക്വാഡിൻ്റെ ഏഞ്ചൽ എന്ന നായ പരിശോധനയിലുണ്ട്. അത് പോലീസ് സേനയുടെ നായ്ക്കളാണ്. ആർമിയുടെ 2 നായ്ക്കൾ സമാനമായി പരിശോധന നടത്തുന്നുണ്ട്. തമിഴ്നാട് ഫയർഫോഴ്സിൻ്റെ ഏതാണ്ട് 5 നായ്ക്കൾ അത്തരം പരിശോധന നടത്തുന്നുണ്ട്. ഇന്ന് ഞാൻ 2ഇടത്ത് ഈ പരിശോധന നേരിട്ട് കണ്ടയാളാണ്. ഒന്ന് നമ്മൾ ചൂരൽമലയിലെ ആ ബെയിലി പാലത്തിന് സമീപം ഈ നായ്ക്കൾ വന്ന് മണം പിടിച്ച് തുടർന്ന് വിദഗ്ധർ, അതായത് നായ്ക്കൾക്കൊപ്പമുള്ള പരിശീലകർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ മണ്ണുമാന്തിയും ഒക്കെയുള്ള പരിശോധന വ്യാപകമായി നടക്കുന്നത് കണ്ടതാണ്. വെള്ളാർമല സ്കൂളിന് പുറകുവശത്ത് തമിഴ്നാട് ഡോഗ് സ്ക്വാഡിലെ നായ അത്തരത്തിൽ മണം പിടിച്ചെത്തിയതിനെ തുടർന്ന് ഒരു പൂർണ്ണമായി തകർന്നൊരു പ്രദേശമാണത്. അവിടെ നിന്ന് ഇത്തരത്തിൽ കോൺക്രീറ്റ് കമ്പികളും ഒക്കെ നീക്കം ചെയ്ത് JCB അവിടേക്ക് എത്തിച്ച് അത്തരത്തിലൊരു പരിശോധന നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നതനുസരിച്ച് ഏതാണ്ട് 45ഓളം മൃതദേഹങ്ങൾ ഈ ദുരന്തഭൂമിയിൽ നിന്ന്, അത് ചാലിയാർ ഉൾപ്പെടെയാണ് കേട്ടോ, അത്തരത്തിൽ ഈ ദുരന്തഭൂമിയിൽ നിന്ന് ഈ നായ്ക്കളുടെ സേവനത്തോടുകൂടെ കണ്ടെത്താൻ സാധിച്ചു എന്നാണ് അവർ പറയുന്നത്. ആ തരത്തിലുള്ള പരിശോധന നാളെയും തുടരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല, പ്രധാനപ്പെട്ട ചില സ്പോട്ടുകൾ, അതായത് തിരച്ചിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള ചില സ്പോട്ടുകൾ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഈ പുഞ്ചിരിവട്ടത്ത് നിന്ന് മുണ്ടക്കൈക്ക് താഴെ ഇപ്പം നിലവിൽ നിർമ്മിച്ചിരിക്കുന്ന ബെയിലി പാലത്തിന് മുകളിലായിട്ടുള്ള ഭാഗമായി വരും. ആ ഭാഗങ്ങളിൽ 2-3 സ്പോട്ടുകൾ അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ സ്പോട്ടുകളിൽ വ്യാപകമായി പരിശോധന നടത്താനാണ് നിലവിൽ ഉദ്ദേശിക്കുന്നത്. ആ തരം പരിശോധന പുരോഗമിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്കിൽ പോലും ഇനിയും എത്ര പേരെ കണ്ടെത്താനാകും എന്നുള്ള കാര്യം സംശയമാണ്. ആ ടെറൈനിലേക്ക് വരണം, ആ ഭൂമിയിലേക്ക്, ഭൂപ്രദേശത്തേക്ക് വന്നാൽ അത് കൃത്യമായി തന്നെ നമുക്കത് ബോധ്യമാകും. അത്ര കണ്ട് ഇപ്പോഴും ചെളിയും അതുപോലെ കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ അധികവും കിലോമീറ്ററുകളോളം ഒഴുകി നിലമ്പൂരിനടുത്ത് ചാലിയാറിൻ്റെ തീരങ്ങളിൽ നിന്നാണ് കണ്ടെത്തിയതെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാകും. എന്നാൽ സാധ്യമായതെല്ലാം ചെയ്തുകൊണ്ടുള്ള പരിശോധന, തിരച്ചിൽ അത് അടുത്ത ദിവസങ്ങളിലും തുടരും. പ്രത്യേകിച്ച് നാളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2-3 സ്പോട്ടുകൾ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടുള്ള പരിശോധന, അതിന് ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗമുണ്ട്. അതുമാത്രമല്ല, ഇത്തരത്തിൽ ഡോഗ് സ്ക്വാഡിലെ ഈ നായ്ക്കളുടെ കൂടി സേവനത്തോടു കൂടിയുള്ള പരിശോധനയായിരിക്കും നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, ഈ ഹിറ്റാച്ചിക്കും അതുപോലെ മറ്റു സംവിധാനങ്ങൾക്കുമൊക്കെ എത്തിപ്പെടാത്ത ടെറൈനുകളുണ്ട്, അത് മൺകൂനകളുണ്ട്, അതുപോലെ പാറയിടുക്കുകളുണ്ട്. അത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ ഈ ഡോഗ് സ്ക്വാഡിലെ ഈ നായ്ക്കൾക്ക് കടന്നു ചെല്ലാനാകും, അവരുടെ പരിശീലകർക്ക് കടന്നു ചെല്ലാനാകും. അവിടെ നിന്നും അത്തരത്തിലുള്ള വിവരങ്ങൾ അവർ നേരത്തെ നൽകിയതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ഇതുവരെ കണ്ടെത്താനാകാത്തവരെ കണ്ടെത്താൻ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് ഡോഗ് സ്ക്വാഡ്സിനെയാണ്. ഒപ്പം തന്നെ ഈ പ്രത്യേക പരിശീലനം ലഭിച്ച കെടാവർ നായ്ക്കൾ ഉൾപ്പെടെ ഈ തിരച്ചിലിന്റെ ഭാഗമാകുമെന്നാണ് അലക്സ് റാം മുഹമ്മദ് നൽകുന്ന വിവരം.